ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിച്ചു വരാറുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഗൈഡ് ദ ടൂൾ ആൻഡ് ഹോൾഡ് ദ ജോബ് ഇൻ മാസ് പ്രൊഡക്ഷൻ? ഓപ്ഷൻ എ ഗൗച്ച്, ഓപ്ഷൻ ബി ഹൗസിംഗ്, ഓപ്ഷൻ സി ജിഗ്, ഓപ്ഷൻ ഡി ഫിക്സർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ്റെ കേസിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ടൂളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഫസ്റ്റ് ഓപ്ഷൻ ഗൗജ് ആണ്. ഗൗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാറ്റഗറി വരുന്നതാണ് ഗൗജ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് വർക്കിനെ ഹോൾഡ് ചെയ്യുകയും ടൂളിനെ ഗൈഡ് ചെയ്യാനും സാധിക്കുന്നില്ല. ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു വർക്ക് ഫിക്സറിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. ജിഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ജിഗ്, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജിഗ് ആണ്. ജിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. അത് നമുക്ക് വർക്ക് പീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നു, അതേപോലെ തന്നെ ടൂളിനെ മെഷീനിങ്ങിന്റെ ടൈമിൽ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. സോ അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ഫിക്സ്ചർ ആണ്. ഫിക്സ്ചർ എന്ന് പറയുന്നത് വർക്ക് പീസിനെ ലൊക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് പീസിനെ മെഷീനിങ് ടൈമിൽ റിജിഡ് ആയിട്ട് ഹോൾഡ് ചെയ്യാനും വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഫിക്സ്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ജിഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഫാബ്രിക്കേഷൻ ഓഫ് ജോബ് ബൈ വെൽഡിംഗ് വിച്ച് ഈസ് സെറ്റ് ഇൻ ദിസ് ഡിവൈസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്യൂവൽഡ് അറൌണ്ട് 360 ഡിഗ്രി ആസ് പെർ റിക്വയർമെന്റ്? ഓപ്ഷൻ എ ഗൗച്ച്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്, ഓപ്ഷൻ സി ജിഗ്, ഓപ്ഷൻ ഡി ഫിക്സ്ചർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് വഴി ഒരു പാർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് 360 ഡിഗ്രി വരെ അതിനെ ആ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിന് കൺവീനിയൻസ് അനുസരിച്ച് 360 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വെൽഡിംഗ് പ്രോസസ്സ് ക്യാരി ചെയ്യേണ്ടി വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഏത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ് ചെയ്യുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ ഗൗജ് ആണ്. ഈ ഗൗജ് എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. സോ അത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിന്റെ ഒരു റെപ്ലിക്ക അല്ലെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് റിസംബിൾ ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതിന് നമുക്ക് ടെംപ്ലേറ്റിൽ നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനോ ഉള്ള പ്രൊവിഷൻ ഇല്ല. അതേപോലെ നമുക്കിവിടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇല്ല. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജിഗ് ആണ്. ജിഗിനകത്ത് ഇവിടെ നമുക്ക് വെൽഡിംഗ് പ്രോസസ്സാണ് പറയുന്നത്. സോ വെൽഡിംഗ് പ്രോസസ്സിൽ ഈ ജിഗിന്റെ കേസിൽ നമുക്ക് എന്താണ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയും വേണം, അതേപോലെ തന്നെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ട കണ്ടീഷനും പറയുന്നുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ ജിഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതവിടെ സാറ്റിസ്ഫൈ ആകുന്നില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സ്ചർ ആണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിക്സ്ചർ ആണ്. വെൽഡിംഗ് ഫിക്സ്ചേഴ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ ഉള്ള ആപ്ലിക്കേഷൻ, അതായത് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് 360 ഡിഗ്രിയും വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്ത് വെൽഡിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് നമുക്കിവിടെ ഒരു വെൽഡിംഗ് ഫിക്സർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഒരു ഹാൻഡ് വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീല് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീല് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഫുൾ, അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ആ ഫിക്സറിന്റെ ഏതൊക്കെ പാർട്ടിൽ നമ്മൾ വർക്ക് പീസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് പീസ് ഏതൊക്കെ പാർട്ടിൽ വെൽഡിംഗ് ആവശ്യമായിട്ടുണ്ടോ അവിടെ എല്ലാം വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് മെഷീൻ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. സോ ഫിക്സർ ഈസ് യൂസ്ഡ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഫാബ്രിക്കേഷൻ ഓഫ് എ ജോബ് ബൈ വെൽഡിംഗ് വിച്ച് ഈസ് സെറ്റ് ഇൻ ദിസ് ഡിവൈസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്യൂവൽഡ് അറൌണ്ട് 360 ഡിഗ്രി ആസ് പെർ റിക്വയർമെന്റ്. അപ്പോൾ വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് 360 ഡിഗ്രിയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മെഷീൻ ചെയ്യാൻ കഴിയുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് വർക്ക് ഫിക്സ്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോളറൻസ് ഓൺ ജിഗ് ഷുഡ് ബി 5% ഓഫ് ദി ടോളറൻസ് ഓൺ ദി ജോബ്, 10% ഓഫ് ദി ടോളറൻസ് ഓൺ ദി ജോബ്, 20 to 50 ഓഫ് ദി ടോളറൻസ് ഓൺ ദി ജോബ്, 100% ഓഫ് ദി ടോളറൻസ് ഓൺ ദി ജോബ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 20 to 50. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ജിഗ് ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ആ ജിഗിന് എത്ര ടോളറൻസ് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജിഗ് ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ടൂളിനെ ഗൈഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആ പർട്ടിക്കുലർ ആ വർക്ക് പീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയായിരിക്കും, അതിന്റെ ഡിസൈൻ ടോളറൻസും എല്ലാം അറിയായിരിക്കും. സോ ആ വർക്ക് പീസിൽ കൊടുക്കുന്ന ടോളറൻസിന്റെ 20 to 50% ടോളറൻസ് നമ്മൾ നമ്മുടെ ജിഗ് ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷനിൽ ജിഗിന് വേണ്ടി കൊടുത്തിരിക്കണം. അപ്പോൾ വർക്ക് പീസിന് കൊടുക്കുന്നതിൻ്റെ 20 to 50 മറക്കരുത്, സ്ഥിരമായി ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 to 50 റേഞ്ചിൽ നമ്മൾ വർക്ക് പീസിൻ്റെ ടോളറൻസിന് 20 to
50% ടോളറൻസ് നമ്മൾ ജിഗിന് കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്ത് മാൻഡ്രിൽ ക്യാൻ ബി ടേംഡ് ആസ് ഓപ്ഷൻ എ ജിഗ്, ഓപ്ഷൻ ബി ഫിക്സ്ചർ, ഓപ്ഷൻ സി ഗൗജ്, ഓപ്ഷൻ ഡി ടെംപ്ലേറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലേത്ത് മാൻഡ്രിലിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്താം? നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിഗ് ആണ്. ജിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വർക്ക് പീസിന് ഹോൾഡ് ചെയ്യുകയും അതേപോലെ തന്നെ ടൂളിനെ ഗൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ മാൻഡ്രലിൻ്റെ കേസ് ആകുമ്പോൾ മാൻഡ്രൽ എന്താണ്? നമ്മൾ ലേത്തിൽ ഹോളോ വർക്ക് പീസസിന് ഇതാ ഇവിടെ കാണുന്നതാണ് നമുക്ക് ഹോളോ വർക്ക് പീസസിന് ഇതാ ഇവിടെ ഒരു ഹോളോ വർക്ക് പീസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് മാൻഡ്രൽ എന്ന് പറയുന്നത്. സോ ഈ മാൻഡ്രലിൻ്റെ കേസിൽ നമുക്ക് ടൂളിനെ ഗൈഡ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല. ആയതിനാൽ നമ്മുടെ ജിഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സാറ്റിസ്ഫൈ ആകുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഫിക്സ്ചർ ആണ്. സോ ഇവിടെ എന്താണ്? നമുക്ക് മാൻഡ്രലിൽ നമുക്ക് വർക്കിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അത് റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. മറ്റ് രണ്ട് ഓപ്ഷൻ ഗൗജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാറ്റഗറി വരുന്നത് കൊണ്ട് നമുക്ക് ഗൗജ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്ന പാർട്ടിന്റെ ഒരു സെയിം മോഡലിലെ റെപ്ലിക്കയാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിക്സ്ചർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ജിഗ്സ് ആർ പ്രിഫേർഡ് ഓവർ ഫിക്സ്ചർ? ഓപ്ഷൻ എ ഡ്രില്ലിംഗ്, ഓപ്ഷൻ ബി ടേണിംഗ്, ഓപ്ഷൻ സി മില്ലിംഗ്, ഓപ്ഷൻ ഡി ഗ്രൈൻഡിങ്. താഴെ തന്നിരിക്കുന്ന മെഷീനിങ് പ്രോസസ്സുകളിൽ ജിഗ് നമ്മൾ ഫിക്സറിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്ന ഏത് ഓപ്പറേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, ഡ്രില്ലിംഗ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടേണിംഗ് ആണ്. ടേണിംഗ് പ്രോസസ്സിൽ നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ ടൂളിനെ ഗൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അത്ര പ്രിഫറൻസ് ഇല്ല. കാരണം നമുക്ക് ക്യാരേജിൽ ഹാൻഡ് വീലായിട്ട് നമുക്ക് തന്നെ പ്രോപ്പറായിട്ട് മെഷീനിങ് കൺട്രോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ടൂളിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. മില്ലിങ്ങിലും ഗ്രൈൻഡിങ്ങിലും അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ടൂളിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് തന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ കേസിൽ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ ഡ്രിൽ ബിറ്റ് ഉണ്ട്, ഏകദേശം ഈ ഷേപ്പിൽ ഡ്രിൽ ബിറ്റ് ഉണ്ടാവും, മെഷീൻ്റെ സ്പിൻഡിലുണ്ടാവും. ഇവിടെ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുണ്ടാവും. ടേബിളിൻ്റെ പുറത്ത് ഇവിടെ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുണ്ടാകും. സോ ഇവിടെ നമ്മളൊരു ജിഗ് കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടൂളിനെ ഗൈഡ് ചെയ്ത് വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാവുന്നതാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡ്രില്ലിംഗ് ആണ്.